കുപ്രസിദ്ധനായ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതിയായ ഗോവിന്ദചാമി ജയിൽ ചാടി. ജയിൽ ചാടിയ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. പക്ഷെ എന്നാൽ പോലും ഈ ഗോവിന്ദചാമി ജയിൽ ചാടാനായിട്ടുണ്ടായ ഇതിൻ്റെ കാരണം അത് നമ്മുടെ ഒരു വ്യവസ്ഥിതിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വളരെ കുഴപ്പം പിടിച്ച ഒരു പ്രതിയാണ്. അയാൾ വളരെയധികം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അയാൾക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടി. അയാൾ വർഷങ്ങളായിട്ട് ജയിലിലാണ്. പക്ഷെ അയാൾക്ക് ഇത്രയും നാളായിട്ടും അതിനൊരു മാറ്റം വന്നിട്ടില്ല. അയാളുടെ സ്വഭാവത്തിൽ, ആ ക്രിമിനാലിറ്റിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ആ ജയിലിൻ്റെ ഒരു വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ ഇതിന് കാരണം? അപ്പോൾ ജയിലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജയിലിൽ തന്നെ ഒരുപാട് പേരെ കൊണ്ട് ഒരുപാട് ജോലി എടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി സേവനങ്ങൾ നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ പോലും ഈ ക്രൂരമായ സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ വളരെയധികം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് അവരുടെ ജയിൽ ശിക്ഷ കൊണ്ട് അവർക്ക് മാറ്റമൊന്നും വരുന്നില്ല. അപ്പം വിദേശങ്ങളിലെല്ലാം ആണെങ്കിൽ ഇങ്ങനെയുള്ളവരെ മാറ്റിയെടുക്കാനുള്ള കൗൺസിലിംഗ് സർവീസുകളുണ്ട്. ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റും ആ സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നൽകുന്നുമുണ്ട്. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വ്യാപകമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഗോവിന്ദചാമിയെ പോലുള്ള വളരെയധികം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരെ സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ തുടരെ ഉള്ള ആ ചികിത്സകളിലൂടെ അവരുടെ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയെടുക്കണം. ഈ ജയിൽ ശിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ അവരെ എന്തെങ്കിലും തരത്തിൽ ശിക്ഷിക്കുക മാത്രമല്ല വേണ്ടത്, അവരുടെ ആ സ്വഭാവത്തിലെ ഒരു മാറ്റം കൂടിയാണ് നമ്മൾ ഈ ജയിൽ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ളവരെ, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരെ എപ്പോഴും അതിൻ്റേതായ ഒരു കൗൺസിലിംഗ് ചികിത്സയിലൂടെ അവരുടെ ആ സ്വഭാവത്തിലാണ് മാറ്റം വരുത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് അവരുടെ ആ ശിക്ഷ കൊണ്ട് സമൂഹത്തിനും ഒരു ഗുണമുണ്ടാവുകയുള്ളൂ.